നദീജല ഉടമ്പടിയിൽ നിന്നും ഇന്ത്യ പിന്മാറിയതാണോ സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറിയതാണോ കൂടുതൽ ആഘാതമുണ്ടാക്കുന്ന തീരുമാനം? ഈ രണ്ട് പിന്മാറ്റങ്ങളും ഇരു രാഷ്ട്രങ്ങളിലും ഏതു രീതിയിലാണ് ചലനമുണ്ടാക്കുക? സിംല കരാറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് സമാധാനത്തിന്റെ കാലത്ത് മാത്രം വിലയുള്ള ഒന്നാണ്. ഇരു രാഷ്ട്രങ്ങളും ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ സിംല കരാറിലെ വ്യവസ്ഥകൾക്ക് വിലയില്ല. ഏറ്റുമുട്ടുന്ന രണ്ടു രാഷ്ട്രങ്ങൾക്കിടയിൽ നിയന്ത്രണ രേഖ എന്നൊന്ന് സാധ്യമല്ല. പിന്നെ സിംല കരാറിൽ ഉണ്ടായിരുന്നത് ജയിലിലുള്ള 93,000 പാകിസ്ഥാൻകാരെ വിട്ടയക്കണം എന്ന വ്യവസ്ഥയാണ്. അത് പണ്ടേ പാലിച്ചു കഴിഞ്ഞതുമാണ്. ജമ്മു കാശ്മീരിൽ വിഷയം സമാധാന ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നായിരുന്നു മൂന്നാമത്തെ വ്യവസ്ഥ. ഏറ്റുമുട്ടാൻ തീരുമാനിച്ച രാജ്യങ്ങൾക്കിടയിൽ ഇനി ഏതായാലും ആ വ്യവസ്ഥയ്ക്ക് വിലയില്ല. പിന്നെ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാക്കി ഇന്ത്യയും പാകിസ്ഥാനും അംഗീകരിക്കുന്നു എന്ന് സമ്മതിച്ചതും ഈ സിംല കരാറിലാണ്. ആ വ്യവസ്ഥയും ഇനി അപ്രസക്തമാണ്. പിന്നെ എന്താണ് സിംല കരാർ റദ്ദാക്കിയത് കൊണ്ടുണ്ടാകുന്ന ആഘാതം? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു ഇല്ലാതായ ഇന്ത്യ പാകിസ്ഥാൻ കരാറുകൾ. യഥാർത്ഥത്തിൽ സിംല കരാറിൽ നിന്നും മാത്രമല്ല പാകിസ്ഥാൻ പിന്മാറിയത്. സിംല കരാറിനൊപ്പം ഇന്ത്യയുമായുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളിൽ നിന്നും പിന്മാറി എന്നാണ് പ്രഖ്യാപിച്ചത്. 1972 ജൂലൈ മാസം 2 സിംലയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവച്ചതാണ് ഈ സിംല കരാർ. 71 ബംഗ്ലാദേശ് യുദ്ധത്തിനു ശേഷം ഇരു രാഷ്ട്രങ്ങളും അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കാൻ ഉപയോഗിച്ചതാണ് ഈ കരാർ. മോസ്കോയിലെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നയതന്ത്ര ഓഫീസുകൾ വഴി ഇടപെട്ട് സോവിയറ്റ് യൂണിയനാണ് ഈ കരാർ സാധ്യമാക്കിയത്. സിംല കരാറിനു ശേഷം ജമ്മു കാശ്മീർ വിഷയത്തിൽ ഏകപക്ഷീയ പ്രഖ്യാപനങ്ങൾ പാടില്ലെന്ന നിലപാട് പാകിസ്ഥാൻ ഡസൻ കണക്കിന് തവണയാണ് തെറ്റിച്ചത്. ജമ്മു കാശ്മീർ പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണെന്ന് അവിടുത്തെ നേതാക്കൾ ദിവസത്തിൽ 1 എന്ന നിലയിൽ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. രണ്ടാമത്തേത് നിയന്ത്രണ രേഖ ലംഘിക്കരുത് എന്ന ചട്ടമാണ്. നിയന്ത്രണ രേഖ പാകിസ്ഥാൻ ലംഘിച്ചാൽ അതിന്റെ അർത്ഥം യുദ്ധം എന്നാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും നിയന്ത്രണ രേഖ മാനിക്കാതിരിക്കാൻ നിർബന്ധിതമാകും. ജവഹർലാൽ നെഹ്റുവും ലിയാഖത്ത് അലി ഖാനും 1950 ഒപ്പുവച്ച കരാറുണ്ട്. ഇരു രാഷ്ട്രങ്ങളിലെയും ന്യൂനപക്ഷങ്ങളോട് മാന്യമായി പെരുമാറും എന്നതാണ് ആ കരാറിന്റെ അന്തസത്ത. പാകിസ്ഥാൻ ഹിന്ദുക്കൾക്കും ഇന്ത്യ മുസ്ലിങ്ങൾക്കും തുല്യ പരിഗണന നൽകും എന്നാണ് ഈ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിച്ചത്. നിർബന്ധിത മതപരിവർത്തനം ഉണ്ടാകില്ലെന്ന് ഇരു രാഷ്ട്രങ്ങളും ഉറപ്പു നൽകിയതും ഈ കരാറിലൂടെയാണ്. 1974 ഒപ്പുവച്ച കരാർ അനുസരിച്ചാണ് ആരാധനാലയ സന്ദർശനത്തിന് പരസ്പര അനുവാദം ലഭിച്ചത്. പാകിസ്ഥാനിലെ 15 ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും ദർശനം നടത്താൻ ഇന്ത്യക്കാർക്കും ഇന്ത്യയിലെ 5 മോസ്കുകളിലെത്താൻ പാകിസ്ഥാൻകാർക്കും അനുമതി ലഭിച്ചതും ഈ കരാറിലൂടെയാണ്. ഏറ്റവും ഒടുവിൽ 2019 ഒപ്പുവച്ച കർത്താർപൂർ ഇടനാഴി കരാറുണ്ട്. സിഖ് മതസ്ഥാപകൻ ഗുരു നാനാക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന പാകിസ്ഥാനിലെ ഗുരുദ്വാര ദർബാർ സാഹിബിനെയും പഞ്ചാബിലെ ഗുരുദാസ്പൂരിലുള്ള ദേരാ ബാബ നാനാക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കർത്താർപൂർ ഇടനാഴി. എല്ലാ കരാറുകളും റദ്ദാക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതോടെ ഈ ഇടനാഴിയുടെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഇടനാഴി അടച്ചിട്ടില്ല. വിശ്വാസികൾ ഇരുവശത്തേക്കും ഇപ്പോഴും യാത്രയും ചെയ്യുന്നുണ്ട്. വേറെയും തന്ത്രപ്രധാനമായ നിരവധി കരാറുകൾ ഇരു രാഷ്ട്രങ്ങളും ഒപ്പിട്ടിട്ടുണ്ട്. 1988 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട കരാർ അനുസരിച്ച് പരസ്പരം ആണവ വിവരങ്ങൾ പങ്കുവെക്കണം. എവിടെയൊക്കെയാണ് ആണവ വിന്യാസം നടത്തിയിരിക്കുന്നത് എന്നും എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളതെന്നും എല്ലാ ജനുവരി 1 വിവരം നൽകണമെന്നാണ് കരാർ. ഇരു രാഷ്ട്രങ്ങളും പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നുറപ്പാക്കാനാണ് കൃത്യമായ സ്ഥലവും വിവരവും കൈമാറുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകൾ, യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ, ഐസോടോപ്പ് വിഘടന കേന്ദ്രങ്ങൾ, ആണവോർജം ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരമാണ് ഇതനുസരിച്ച് കൈമാറേണ്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന KPS മേനോനും പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി ഹുമയൂൺ ഖാനുമാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. 1991 ഏപ്രിൽ മാസം 6 ഒപ്പിട്ട കരാർ പരസ്പരം വ്യോമാതിർത്തികൾ മാനിക്കുമെന്നായിരുന്നു. ഇരു രാഷ്ട്രങ്ങളുടെയും വ്യോമാതിർത്തിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ മാത്രമേ യുദ്ധവിമാനങ്ങൾ പറക്കൂ എന്ന് സമ്മതിച്ചതും ഈ കരാറിലാണ്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ മിസൈലുകൾ പോകുന്ന ദിശയും ലക്ഷ്യസ്ഥാനവും പരസ്പരം അറിയിക്കണം എന്നൊരു വ്യവസ്ഥയും ഈ കരാറിലുണ്ടായിരുന്നു.
മിസൈൽ പരീക്ഷണങ്ങൾ പരസ്പരം അറിയിക്കുന്ന പതിവ് തുടർന്നെങ്കിലും വ്യോമാതിർത്തി ലംഘനം ഇടയ്ക്കെല്ലാം സംഭവിച്ചുകൊണ്ടേയിരുന്നു. 2021 ഫെബ്രുവരി മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ട്. കശ്മീർ അതിർത്തിയിൽ ഈ കരാർ ഇപ്പോഴേ ലംഘിച്ചു കഴിഞ്ഞു. ഇരു രാഷ്ട്രങ്ങളും പരസ്പരം നിറയൊഴിക്കുന്നത് തുടരുകയും ചെയ്യുകയാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനുമായി മാത്രമല്ല ചൈനയുമായും ബംഗ്ലാദേശുമായും നദീജല കരാറുകളുണ്ട്. പഹൽഗാം വിഷയത്തിൽ ചൈന പാകിസ്ഥാനൊപ്പമാണെന്ന സൂചന ഇതിനകം നൽകിക്കഴിഞ്ഞു. ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് ഇന്ത്യയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയുമായി അത്ര നല്ല രസത്തിലല്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും. ചൈനയുമായും ബംഗ്ലാദേശുമായുള്ള നദീജല കരാറുകളും ഇപ്പോഴത്തെ കൂട്ടപ്പൊരിച്ചിലിൽ ഉയർന്നു വരും. കരാറുകളെല്ലാം റദ്ദായി എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതോടെ പതിറ്റാണ്ടുകളായുള്ള ആവാസ വ്യവസ്ഥയ്ക്കാണ് വിള്ളൽ വീണിരിക്കുന്നത്. കരാറുകൾ റദ്ദാക്കാനുള്ള തീരുമാനം തന്നെ ഒരു യുദ്ധപ്രഖ്യാപനമാണ്. 6 മാസം മുതൽ 5 വർഷം വരെ നീണ്ടുനിന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ കരാറുകളാണ് ഈ ഒരൊറ്റ പ്രഖ്യാപനത്തോടെ ഇല്ലാതാകുന്നത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.